ഹലോ റൊണാൾഡ്. സാറാ പറയൂ. വീട്ടിലുണ്ട്. അതെ. അല്ല, പഴയ വീട്ടിൽ. ഞാൻ പുതിയത്തോട്ട് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പഴയ വീട്ടിലുണ്ട്. കൊടുത്തോളൂ. ഡേറ്റ് കൊടുത്തോളൂ. അതൊന്നും കുഴപ്പമില്ല. എന്നെ ഒന്ന് അറിയിക്കണമെന്നില്ല. കാര്യം ഒരുപാട് ഇത് വരുമ്പോഴേ നമുക്ക് ഈ ഡേറ്റ് തമ്മി ഫ്ലാഷ് ആവരുതല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ. ശരി. ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. കൊടുങ്ങൂർ റൊണാൾഡോ അടിച്ചു കൊടുത്തത് ഫോട്ടോ ഫുൾ സൈസ് എല്ലാം കിട്ടും. മാക്സിമം അനൗൺസ്മെൻറ്റ് കൊടുക്കണം. പിന്നെ കൊടങ്ങാവുള്ള ഒരു ഫാൻസിൻ്റെ ആർമിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയൊരു ഫണ്ട് ചെയ്യണം. ഓക്കെ. ശരി. പിന്നെ എൻ്റെ ബന്ധുക്കളെന്നും പറഞ്ഞ് ആരെങ്കിലും കടയിൽ വരുവാണെങ്കിൽ യാതൊരുവിധ ഡിസ്കൗണ്ടും ഓഫറുകളും ഒന്നും കൊടുക്കണ്ട. ഞാൻ പറയുവാണെങ്കിൽ മാത്രം. ഞാൻ ഒരു ചീട്ട് കൊടുത്തു അങ്ങനെ ഉണ്ടെങ്കിൽ. ഓക്കെ. അതെ, ഇവിടെ മനുഷ്യന് കഴിക്കാൻ അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് മുന്തിരി ജ്യൂസ്. എന്നെ മറുപടി കൊടുക്കൂ. അവൻ മേടിച്ചിട്ട് വന്നതാ. ഓ, അത് ശരി. അങ്ങനെ ഇപ്പോൾ ജ്യൂസേ കുടിക്കൂ. നിങ്ങളുടെ ആട്ടും തുപ്പുമേറ്റ് പഴങ്കഞ്ഞി കഞ്ഞോളത്ത് രസം ഒഴിച്ച് കഴിച്ച കൊടങ്ങാവുള്ള റൊണാൾഡോ അല്ലിപ്പം. നാലറിയുന്ന, നാടിനെ അറിയുന്ന, 4 പേരെ അറിയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്. നിർത്തടാ, നീ വലിയ ഇവിടെ വായിട്ട് അലയ്ക്കണ്ട. നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതെ, നീ എന്തായിരുന്നു അവിടെ പ്രസംഗിക്കുക? ഉദ്ഘാടനം, നീ എന്ത് കടയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്? പുഞ്ചിരി ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ അതുമായി ബന്ധപ്പെട്ട തുണികളെ സംബന്ധമായ അങ്ങനെയുള്ള വല്ല കാര്യങ്ങൾ പറയണം. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് മൈക്ക് കൈ കിട്ടിയപ്പോൾ അവൻ പറഞ്ഞെന്താ അറിയുമോ? ഒരു രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കാൻ കൊള്ളില്ല, എല്ലാം കള്ളന്മാരാണ്, പിടിച്ചുപറിക്കാരാണ്, കൊള്ളക്കാരാണെന്ന്. ഞാൻ പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ്? സത്യമായിട്ടുള്ള കാര്യമല്ലേ? ആ കട ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പാർട്ടിക്കാരവിടെ പോയി രസീത് എഴുതി കൊടുത്തു. അത് 10,000 രൂപയുടെ. ഞാൻ ഉദ്ഘാടനം ചെയ്ത കടയാണ്. ആ കടയ്ക്ക് സാമ്പത്തികമായിട്ടൊരു നഷ്ടം വരാൻ ഞാൻ സഹിക്കത്തില്ല. നീ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തൊരു സൂപ്പർ സ്റ്റാറാണ്. നിന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാൻ നറുക്കിട്ട് എങ്ങനെ ഒരു കുരുട്ട് ഭാഗ്യത്തിനും നിന്റെ പേര് വീണു. എങ്ങനെയെങ്കിലും ആയല്ലോ. കണ്ടേ, മനസ്സിലുള്ള കുരുട്ട് ബുദ്ധി പുറത്ത് വന്നത് കൊണ്ട് ലേഡി നിങ്ങളുടെ ഹസ്ബൻഡിന്റെ എങ്ങനെയെങ്കിലും നറുക്കിട്ട് ഞാൻ ആയല്ലോ. ഇപ്പൊ ഞാൻ ആരാണ്? എന്റെ അവിടുത്തെ പ്രവർത്തികള്, എന്റെ അവിടുത്തെ പാട്ടുകള് എല്ലാം വൈറലായി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ കത്തി കയറുക. നിങ്ങൾക്ക് അസൂയുണ്ട്. ആ അസൂയാണ് നിങ്ങളുടെ വാക്കുകളായിട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാമും മറ്റേ ഫേസ്ബുക്കൊക്കെ വേവിച്ച് തരും നിനക്ക് തിന്നാൻ. അത് പറയാൻ വിട്ടുപോയി. ആരാധകർ ഒരു കടന്നുകയറ്റം ഞാനിരിക്കുന്ന താമസ സ്ഥലത്തേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ താമസം മാറാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, നീ ആള് മാറി, ഇനിയിപ്പോ താമസം കൂടെ മാറുമെന്ന് ഞങ്ങൾക്കറിയാം. കാലത്തിനനുസരിച്ച് കോരം മാറണമെന്നാണല്ലോ നിങ്ങൾ തന്നെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ മൈക്കെടുത്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നഷ്ടമില്ല. ഞാൻ ഇതുവരെ ഈ വീട്ടിലുണ്ടാക്കിയ എല്ലാവിധ നാശനഷ്ടങ്ങളും ഉള്ള ഒരു തുക ഞാൻ നിങ്ങൾക്ക് തന്നിട്ടേ പോകും. കാരണം നാളെ ഇത് പ്രാകരുതല്ലോ. അയ്യോ, ഞങ്ങൾ കണക്കെഴുതി അയച്ച ബുക്ക് കാണാനില്ല. എന്നാ പിന്നെ ഇന്ന് തന്നെ ഇറങ്ങിക്കോ. മാറാനുള്ള ആലോചന, ആ മാറുന്നിടം വരെയുള്ള നിങ്ങൾക്കുള്ള റെന്റ് ഡെയിലി ആയിട്ടോ മന്ത്ലി ആയിട്ടോ മണിക്കൂറായിട്ടോ പ്രശ്നമല്ല. ഓക്കെ, ബാക്കി ഫ്രീസറിൽ വെച്ചേക്കണേ. ഈ പണ്ടുള്ള കാർന്നോര് പറയാറുണ്ട് ഇതിനൊരു ചൊല്ല്, അതല്ലടി, തൂമ്പ എടുക്കാത്തവൻ തൂമ്പ എടുക്കുമ്പോൾ പോച്ച കൊണ്ടാറാട്ട്. അതാണ് ഇപ്പൊ കണ്ടത്.